നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്തതായി കടന്നു വരാൻ പോകുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു സാന്നിധ്യം, അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നിങ്ങളൊരു ഡെസ്പറേറ്റ് സിറ്റുവേഷനിലൂടെയൊക്കെ പോയിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നു. യൂണിവേഴ്സായിട്ട് നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഒരവസ്ഥ. വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ട് ലൈഫിലേക്ക് മുന്നോട്ട് വരുന്ന ഒരവസ്ഥ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു പോസിറ്റിവിറ്റിയാണ് കടന്നു വരാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുമ്പോഴാണ് പോസിറ്റീവ് എനർജി നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുക. ആ ഒരവസ്ഥ നമുക്കിവിടെ കാണാം. അപ്പോൾ നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത്, ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ആ ഒരു റൈറ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ വിദേശ യാത്ര പോലെയുള്ള കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ്, കരിയർ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാവാം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്ക് ഒരു ഫുൾഫിൽമെൻറ്റ്, ആഗ്രഹിച്ച ഒരു സന്തോഷം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഇത്ര നാളായിട്ടും ട്രൈ ചെയ്തിട്ട് ശരിയാവാതിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് ഓക്കെ ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു ഫുൾഫിൽമെൻ്റ് ആയിട്ട് വരാനായിട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യാം.